നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജൈനേന്ദ്ര കുമാർ എഴുതിയ അപ്ന അപ്ന ഭാഗ്യ എന്ന സ്റ്റോറിയാണ്. ഈ സ്റ്റോറി എന്ന് പറയുന്നത് നൈനിറ്റാൾ എന്ന് പറയുന്ന സ്ഥലത്താണ് നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ പർവ്വതങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും, പിന്നെ ഇതിലെ മെയിൻ ക്യാരക്ടർ ഒരു 10-12 വയസ്സുള്ളൊരു ചെറിയൊരു ആൺകുട്ടിയാണ്. അപ്പോൾ അവൻ്റെ വിശപ്പും ദാരിദ്ര്യവും അവൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും സ്ട്രഗിൾസും അങ്ങനെ പിന്നെ മനുഷ്യരുടെ ബിഹേവിയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. ഇനി നമുക്ക് സ്റ്റോറിയിലോട്ട് കിടക്കാം. ഈ കഥയിൽ 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. റൈറ്ററിൻ്റെ ഫ്രണ്ട്, പിന്നെ ആ ഒരു കുഞ്ഞുകുട്ടി 10-12 വയസ്സുള്ള ഒരു ആൺകുട്ടി. അപ്പോഴത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ മൂടൽ മഞ്ഞൊക്കെ ആയിട്ട് നല്ല തണുപ്പുള്ള സ്ഥലമാണ്. ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുള്ളൊരു സമയം. ഇപ്പോൾ റൈറ്ററിൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് റോഡിൻ്റെ സൈഡിൽ ഒരു ബെഞ്ചിൽ പോയിട്ടിരിക്കും. അതിൻ്റെ പുറകെ ആണെങ്കിൽ ഒരു മൈതാനം ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ മ്യൂസിക്കും ഇങ്ങനെ ബഹളങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ കുറച്ച് ബ്രിട്ടീഷേഴ്സ് ആ മൈതാനത്തിൽ ഓരോ കാര്യങ്ങളായിട്ട് എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ച് പേര് ബോട്ടിങ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് ഈ കുതിരകളുടെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ സഞ്ചാരം ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഡോങ്കീസിനെ കഴുതകളെ ഓടിച്ച് അതിലിങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്, പുകവലിക്കുന്നുണ്ട്. കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെ മീൻ പിടിക്കുന്നുണ്ട് കുറച്ച് പേര്. അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ആ ഒരു വൈബിലിരിക്കുന്ന സമയത്ത് റൈറ്ററിൻ്റെ ഫ്രണ്ടും ഈ റോഡിൻ്റെ സൈഡിലുള്ള ബെഞ്ചിലിരിക്കുകയാണ്. ഇതിൻ്റെ പുറകിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ അവർ ഈ വ്യൂസൊക്കെ കണ്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുക. ഇങ്ങനെ ഇവർ ചുറ്റി നടന്ന് അപ്പോൾ തണുപ്പ് കൂടിക്കൂടി വരില്ലേ, സന്ധ്യ ആകുമ്പോഴത്തേക്കിനും ഇങ്ങനെ മൂടൽമഞ്ഞും തണുപ്പും ഒക്കെ കൂടിക്കൂടി വരാം. അപ്പോൾ നൈറ്റ് ഒരു 1 മണി 2 മണിയൊക്കെ ആയ സമയത്ത് അപ്പോഴേക്കും നന്നായിട്ട് ഇരുട്ടൊക്കെ വ്യാപിച്ച് നല്ലോണം തണുപ്പായി, നല്ല മഞ്ഞൊക്കെ ആയി, ഫുള്ള് സൈലൻസ് ആണ്. അപ്പോൾ ലേഖകനും റൈറ്ററിൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് അവർ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ പോയ വഴിക്ക് അവരുടെ തന്നെ 2 ഫ്രണ്ട്സായിട്ടുള്ള രണ്ടുപേരും വക്കീലാണ്. ഇവർ കണ്ട ഫ്രണ്ട്സ്. അപ്പോൾ വക്കീലായിട്ടുള്ള 2 ഫ്രണ്ട്സിനെ കണ്ടു. എന്നിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു. അവരവരുടെ ഹോട്ടലിലോട്ട് പോയി. ഇവരുടെ ഹോട്ടൽ അതും കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നിലോട്ടാണ്. അപ്പോൾ അങ്ങനെ ബൈയൊക്കെ പറഞ്ഞ് ഇവർ പിന്നെയും മുന്നിലോട്ട് നടന്നു. ഇവരിങ്ങനെ ഇങ്ങനെ നദി അല്ലെങ്കിൽ അരുവിൻ്റെ സൈഡിൽ കൂടി അതിൻ്റെ ആ തീരത്തൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നത്. നല്ല തണുത്ത എന്ന് പറഞ്ഞാൽ നല്ല ഹ്യൂമിഡിറ്റിയൊക്കെ നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ചെറുതായിട്ടിങ്ങനെ മഴ പെയ്യുന്ന പോലെ ചെറുതായിട്ടിങ്ങനെ വരുന്നുണ്ട്. അതുപോലെ അവരിങ്ങനെ ഓവർ കോട്ടൊക്കെ ഇട്ടിട്ടാണ് നടക്കണത്. അങ്ങനെ വഴിയിൽ ഈ അരുവീൻ്റെ സൈഡിലായിട്ട് ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റൈറ്ററിൻ്റെ ഫ്രണ്ട് അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടു. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ പോയിരിക്കും. അപ്പോഴേക്കും നല്ല ലേറ്റ് നൈറ്റായി. പക്ഷെ എന്നിട്ടും റൈറ്ററിൻ്റെ ഫ്രണ്ട് അവിടെ പോയിരിക്കും. അവിടെ ഒരു 10-15 മിനിറ്റ് ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിരിക്കും. അപ്പോൾ ഈ റൈറ്ററിനാണെങ്കിൽ നല്ല തണുപ്പുണ്ട്. പ്രത്യേകിച്ച് ഈ അരുവിൻ്റെയൊക്കെ സൈഡിലിരിക്കുമ്പം തണുപ്പ് നല്ല കൂടുതലായിരിക്കും. എങ്ങനെയും ഹോട്ടലിൽ പോയിട്ട് സുഖമായിട്ട് ചൂടൊക്കെ കൊണ്ട് കിടക്കാമെന്ന് വെക്കുമ്പം ഈ ഫ്രണ്ടാണെങ്കിൽ അവിടെ പിടിച്ചിരുത്തിയേക്കുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു. അങ്ങനെ അവർ പിന്നെയും അങ്ങനെ തന്നെ ഇരുന്നു. അങ്ങനെ കുറേ നേരം പോയപ്പോഴത്തേക്കിനും എന്തോ ഇങ്ങനെ ഇരുട്ടത്തുനിന്ന് ഇങ്ങനെ വരുന്ന പോലെ കാണുകയാണ് അവർ രണ്ടുപേരും. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് ഒരു കുട്ടി വരുന്നത്. അവനൊരു 10-12 വയസ്സ് പ്രായം ഉണ്ടാവും. അപ്പോൾ അവൻ തലയിൽ അത്രയും ഭയങ്കര തണുപ്പാണ്. എന്നിട്ട് തലയിലൊന്നുമില്ല, തൊപ്പിയോ അങ്ങനെയൊന്നുമില്ല, കാലിലൊരു ചപ്പൽ പോലും ഇല്ല. ആകെ ഒരു പഴയ ഒരു ഷർട്ടാണ് ഇട്ടേക്കണത്. ആ കുട്ടീനെ കാണുമ്പോഴത്തേക്കിനും റൈറ്ററിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വിളിക്കും, ഒച്ച എടുത്തിട്ട് ഇങ്ങനെ വിളിക്കും, ഇങ്ങനെ അടുത്ത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. എന്നിട്ട് ചോദിക്കും, നീ എവിടെ പോവാ എന്ന് ചോദിക്കും. അപ്പോൾ കുട്ടി ഇങ്ങനെ പറയും, ഞാനിങ്ങനെ ഇവിടെ എവിടെയെങ്കിലും. എന്നിട്ട് ഇവരിങ്ങനെ സംസാരിക്കുക, നീ ആരാണ് എന്താണെന്നൊക്കെ ഇങ്ങനെ അവർ ചോദിക്കുകയാണ്. കുട്ടിയാണെങ്കിൽ ഇങ്ങനെ സൈലൻ്റായിട്ട് ഇങ്ങനെ ചുമ്മാ പ്രത്യേക എക്സ്പ്രഷനൊന്നും ഇല്ലാണ്ട് ഒന്നും കെയർ ചെയ്യാണ്ട് അങ്ങനെ കൂളായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ റൈറ്ററിൻ്റെ ഫ്രണ്ട് ചോദിക്കും, നീ എവിടെ ഉറങ്ങും? അപ്പം അവൻ പറയും, ഇവിടെ എവിടെയെങ്കിലും. പിന്നെ ചോദിക്കും, എവിടെ?
ഇവിടെ എവിടെയെങ്കിലും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ചോദിക്കും ഇന്നലെ എവിടെ ഉറങ്ങിയെന്ന് ചോദിക്കും. അപ്പോൾ കുട്ടി പറയും ഇന്നലെ കടയിലാണ്, ദുഃഖാൻ എന്ന് പറഞ്ഞാൽ കടയിലാണ് ഉറങ്ങിയതെന്ന് പറയും. പിന്നെയും റൈറ്ററിൻ്റെ ഫ്രണ്ട് ചോദിക്കും ഇന്നെന്താ അവിടെ ഉറങ്ങാത്തത്? അപ്പോൾ കുട്ടി പറയും ജോലിയിൽ നിന്ന് പുറത്താക്കി, ജോലി പോയി എന്ന് പറയും. അപ്പോൾ പിന്നെയും റൈറ്ററിൻ്റെ ഫ്രണ്ട് ചോദിക്കും എന്ത് ജോലിയായിരുന്നു? അപ്പോൾ കുട്ടി പറയും എല്ലാ ജോലിയും. 1 രൂപയും പഴകിയ എച്ചിലില്ലേ, ചൂട്ടാ ഖാന എന്ന് പറഞ്ഞാൽ എച്ചിൽ. അപ്പം 1 രൂപയും എച്ചിലും കിട്ടും, എല്ലാ ജോലിയും ചെയ്യുമെന്ന് പറയും. എന്നിട്ട് പിന്നെ റൈറ്റർ ചോദിക്കും, റൈറ്ററിൻ്റെ ഫ്രണ്ടിന് ഭയങ്കര അതിശയാവും, എന്നിട്ടും ജോലി ചെയ്യുമോ? അപ്പോൾ കുട്ടി പറയും ആ ചെയ്യും. പുറത്ത് പോവോ? ആ പോവും. ഇന്ന് എന്ത് ഫുഡാണ് കഴിച്ചേ? അപ്പോൾ പറയും ഒന്നും കഴിച്ചിട്ടില്ല എന്ന്. ഇനി ഫുഡ് കിട്ടുമോ എന്ന് പിന്നെ റൈറ്ററിൻ്റെ ഫ്രണ്ട് ചോദിക്കും. അപ്പോൾ കുട്ടി പറയും ഇല്ല, കിട്ടത്തില്ല. ഇങ്ങനെ എവിടെയെങ്കിലുമാണോ ഉറങ്ങുന്നത്? പിന്നെയും കുട്ടി പറയും ആ അതെ. എവിടെ? കുട്ടിക്ക് എവിടെയെന്ന് ഉറപ്പില്ല, എവിടെയെങ്കിലും. ഹീം കഹീന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും. പിന്നെയും റൈറ്ററിൻ്റെ ഫ്രണ്ട് ചോദിക്കും ഈ ഡ്രസ്സിലാണോ, ഇങ്ങനെയാണോ നീ ഉറങ്ങാൻ പോണേ? അതായത് ഭയങ്കര തണുപ്പല്ലേ, അപ്പോൾ തൊപ്പിയില്ല, കാലിൽ ചെരുപ്പില്ല, ആകെ ഒരു ഷർട്ട് മാത്രമേ ഉള്ളൂ. അത് കണ്ടാണ് ചോദിക്കണത് ഇങ്ങനെയാണോ നീ ഉറങ്ങാൻ പോണേ, ഈ ഡ്രസ്സിലാണോ? അപ്പോൾ കുട്ടിയാണെങ്കിൽ ഇത് കേട്ടിട്ട് ഇങ്ങനെ കണ്ണൊക്കെ മിഴിച്ച് ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ നോക്കും. എന്ത് പൊട്ടത്തരല്ലേ ആൾ ചോദിക്കണത്. കുട്ടിക്ക് ഉള്ളതൊക്കെയല്ലേ ഇട്ടിട്ട് ഇങ്ങനെ ആക്കാൻ പറ്റുള്ളൂ, കുട്ടിക്ക് പറ്റണല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇങ്ങനെ മണ്ടന്മാരെ നോക്കും പോലെ കുട്ടി ഇങ്ങനെ നോക്കും. പിന്നെയും റൈറ്ററിൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ ഡൗട്ടാണ്. അപ്പോൾ ആൾ ചോദിക്കും അമ്മ അച്ഛനും ഉണ്ടോ? അപ്പോൾ കുട്ടി പറയും ആ ഉണ്ട്. എവിടെയാണെന്ന് ചോദിക്കുമ്പം 15 കോസ്, അതായത് 15 കോസ് ദൂരത്ത് ഗ്രാമത്തിലാന്ന് പറയും. അപ്പോൾ റൈറ്ററിൻ്റെ ഫ്രണ്ടിനൊരു ഡൗട്ട്, നീ അവിടെ നിന്ന് ഓടി വന്നതല്ലേ? അപ്പോൾ കുട്ടി പറയും ആ അതെ. എന്തിനാ ഓടി വന്നതെന്ന് ചോദിക്കുമ്പം പറയും അവന് കുറേ സഹോദരന്മാരും ഒക്കെ അങ്ങനെ കുറേ ഉണ്ട്, കുഞ്ഞു പിള്ളേരാണ്. അവിടെ ജോലിയില്ല, ഫുഡില്ല, അതുകൊണ്ടാണ് അവൻ അവിടെ നിന്ന് ഓടി വന്നത്. അച്ഛനാണെങ്കിൽ ഈ വിശന്നിട്ട് ഫുഡൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഈ വിശപ്പ് കാരണം ഒരുപാട് എടുത്തിട്ട് തല്ലും. അമ്മയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും വിശപ്പ് കാരണം. ഇതുകൊണ്ട് ജോലിയൊക്കെ അന്വേഷിച്ചാണ് ഇവൻ ഓടി വന്നത്. അപ്പം ഓടി വരാൻ നേരത്ത് കൂടത്തെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു. അതേ ഗ്രാമത്തിൽ തന്നെയായിരുന്നു, പക്ഷേ ഇവനേക്കാളും കുറച്ചുകൂടി മൂത്തതാണ്. 2 പേരും ഒന്നിച്ചാണ് വന്നത്, പക്ഷേ ഇപ്പോൾ അവനില്ല. അപ്പോൾ പിന്നെയും റൈറ്ററിൻ്റെ ഫ്രണ്ട് ചോദിക്കും അതെന്താ ഇല്ലാത്ത, എവിടെ പോയി? അപ്പോൾ കുട്ടി പറയും മരിച്ചു പോയിന്ന്. അപ്പോൾ ചോദിക്കും മരിച്ചു പോയോ? അപ്പോൾ കുട്ടി പറയും ആ അതെ, സാഹബ് അടിച്ചു കൊന്നു എന്ന് പറയും. പിന്നെ റൈറ്ററിൻ്റെ ഫ്രണ്ട് പിന്നും പറയും ആ ശരി, എന്നാൽ നീ ഞങ്ങളുടെ കൂടത്ത് വാന്ന് പറഞ്ഞിട്ട് കുട്ടി കൊണ്ടുപോകും. അങ്ങനെ എല്ലാവരും ഒന്നിച്ചു പോയിട്ട് ഈ റൈറ്ററിൻ്റെ ഫ്രണ്ടിന് കുറച്ചൊക്കെ ദയ തോന്നുന്നുണ്ട് ഈ കുട്ടീൻ്റെ അവസ്ഥയൊക്കെ കാണുമ്പം. അങ്ങനെ ഈ വക്കീൽ ആയിട്ട് 2 ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് എങ്ങനെയെങ്കിലും കുട്ടിക്കൊരു ജോലി സെറ്റാകുമോ എന്നിങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോകും. എന്നിട്ട് ചോദിക്കും ആ നിനക്കൊരു സഹായിനെ വേണമെന്ന് പറഞ്ഞില്ലേ, ഇവൻ നല്ല കുട്ടിയാണ്, നന്നായിട്ടൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിർത്താൻ നോക്കും. പക്ഷേ ഈ കുട്ടി ഈ പഹാടി, അതായത് ഈ പർവ്വത പ്രദേശത്ത് താമസിക്കുന്ന കൊച്ചാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരോട്, ഈ അവിടുത്തെ ആൾക്കാരോട് ഇവർക്കൊന്നും ഒരു വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടീനെ ഈ റൈറ്ററിൻ്റെ ഫ്രണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടും അവിടെ നിർത്തത്തില്ല, വേണ്ട ആവശ്യമില്ല എന്ന് പറയും. അങ്ങനെ തിരിച്ച് ഭയങ്കര നിരാശയോടെ കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അന്വേഷിക്കും. പക്ഷെ ആരും ഇങ്ങനെ ഈ പർവ്വതത്തിൻ്റെ അവിടെ താമസിക്കുന്ന കൊച്ചൊക്കെ ആയതുകൊണ്ട് ആർക്കും വിശ്വാസമില്ല. എന്തോ മോശം ആയിട്ടാണ് ഈ കുട്ടീനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആരും ജോലിക്കൊന്നും താല്പര്യമില്ല, വേണ്ടെന്ന് പറയും. അങ്ങനെ നിരാശരായിട്ട് ഇവർ തിരിച്ച് അവരുടെ ഹോട്ടലിലെത്തും. എന്നിട്ട് ഈ ലേഖകൻ്റെ ഫ്രണ്ടിന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ പോക്കറ്റിലേക്ക് കൈയിട്ടിട്ട് ചില്ലറയൊന്നുമില്ല കുട്ടിക്ക് കൊടുക്കാൻ. അങ്ങനെ നിരാശനായിട്ട് ഈ റൈറ്ററിൻ്റെ മുഖത്തോട്ടിങ്ങനെ നോക്കും. അപ്പം അയാൾ നോക്കിയിട്ട് പറയും 10ൻ്റെ നോട്ടേ ഉള്ളൂ, ചില്ലറയൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ ഈ 10ൻ്റെ നോട്ടൊക്കെ അന്നത്തെ കാലത്ത് ഭയങ്കര വലിയ സംഭവമാണല്ലോ. അപ്പോൾ അതെങ്ങനെ ഈ കുട്ടിക്ക് എടുത്ത് കൊടുക്കുക? ചില്ലറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാമായിരുന്നു, അപ്പോൾ നോട്ടൊക്കെ അത്രയും വലിയൊരു തുക കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ പറയും ഫുഡൊന്നും ഈ സമയത്ത് കിട്ടത്തില്ല വാങ്ങിച്ചു കൊടുക്കാൻ. ചിലപ്പോൾ അന്വേഷിച്ചാൽ കിട്ടുമായിരിക്കും, പക്ഷേ അതിനൊന്നും അവർ മെനക്കെടത്തില്ല. നീ എന്തായാലും നാളെ 10 മണിക്ക് വന്ന് കാണ്, ഇവിടെ തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ പറഞ്ഞു വിടും.
എന്നിട്ട് ഇവർ രണ്ടുപേരും പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. പിറ്റേന്ന് രാവിലെയായി, പറഞ്ഞ സമയം കഴിഞ്ഞു, ഈ കുട്ടീനെ കാണുന്നില്ല. അപ്പോൾ റൈറ്ററും ഫ്രണ്ടും കൂടി ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കും. പക്ഷേ ഈ കുട്ടി വരാത്തത് കൊണ്ട് അവർ വരത്തില്ല എന്ന് വെച്ചിട്ട് വണ്ടിയിൽ കയറിയിട്ട് കറങ്ങാൻ പോകാൻ വയ്ക്കും. അങ്ങനെ പോകുന്നതിനിടയ്ക്കാണെങ്കിൽ ഒരാൾ വന്നിട്ട് പറയും, ഇങ്ങനെ ഒരു മരണം നടന്നു, ഇന്നലെ രാത്രിയിലത്തെ ഇങ്ങനെ മഞ്ഞ് വീഴ്ചയിൽ ഒരു കുട്ടി ഇങ്ങനെ മരിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പം റൈറ്ററിൻ്റെ ഫ്രണ്ടും മനസ്സിലാവും ഇന്നലെ വന്ന, അതായത് ഇവരിന്നലെ കണ്ട ആ ഒരു കുട്ടി തന്നെയാണ് മരിച്ചതെന്ന് മനസ്സിലാവും. അപ്പോൾ ആ കുട്ടീനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ മരത്തിൻ്റെ താഴത്ത് അവനിങ്ങനെ കൂനിക്കൂടി ഇങ്ങനെ മരത്തിൻ്റെ താഴത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവൻ്റെ നെഞ്ചത്തും കാലിലും തലയിലും ഒക്കെ ഇങ്ങനെ മഞ്ഞ് വീണിട്ടിങ്ങനെ ഒരു പുതപ്പ് പോലെ. കഫൻ എന്ന് പറഞ്ഞാൽ റെഡ് കളറിൽ ഇങ്ങനെ മരിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പുതപ്പിക്കൂലേ, അതാണ് ഈ കഫൻ. അപ്പോൾ ഈ മഞ്ഞിൻ്റെ വെളുത്ത കഫൻ കൊണ്ട് ആ കുട്ടിക്ക് ഇങ്ങനെ മഞ്ഞിങ്ങനെ പുതപ്പിച്ച് കൊടുത്തേക്കാന്നാണ് പറയണത്. എന്നിട്ട് ഈ റൈറ്ററിൻ്റെ ഫ്രണ്ടും പറയും എന്ത് ചെയ്യാൻ, അവർക്കൊരു കുറ്റബോധം അങ്ങനൊന്നുമില്ല. അവർ പറയുന്നത് അവൻ്റെ ദോഷം അല്ലെങ്കിൽ അവൻ്റെ ഒരു വിധി അങ്ങനെ പറയും. അതാണ് അപ്നാ ഭാഗ്യം. ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റോറിയിൽ വേണം എന്ന് വെച്ചിരുന്നതിൽ റൈറ്ററിൻ്റെ ഫ്രണ്ടിനും കുട്ടീനെ ഹെൽപ്പ് ചെയ്യാമായിരുന്നു. ഒന്നിൽ ഡ്രസ്സ് മേടിച്ചു കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഉള്ളതിൽ തന്നെ പഴയ ഡ്രസ്സ് കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഫുഡ് എന്തെങ്കിലും ഒപ്പിച്ചു കൊടുക്കുക, ഒന്നും വേണ്ട. അല്ലെങ്കിൽ ആ ഒരു നൈറ്റ് ഈ കുട്ടി എവിടെ പോയി പുറത്തിങ്ങനെ പോയിട്ട് എന്തെങ്കിലും പറ്റണ്ടെന്ന് വെച്ചിട്ട് നൈറ്റ് ഒരു ദിവസം അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ പറയാമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടും ഇവർ ചെയ്തില്ല. ആ കുട്ടീനെ പറഞ്ഞു വിടാണ് പിറ്റേന്ന് വാന്ന് പറഞ്ഞിട്ട്. അവനാണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്ത് മരിച്ചും പോയി. പക്ഷെ എന്നിട്ടും ഇവർക്ക് ആ ഒരു ഉള്ളിലൊരു മനുഷ്യത്വമോ അങ്ങനെ ഒരു ഭാവമൊന്നുമില്ല. ഇവർ വിചാരിക്കുന്നത് ആ കുട്ടീൻ്റെ വിധി, അവന് ഭാഗ്യമില്ല അതുകൊണ്ടാണ് അവൻ മരിച്ചു പോയത്. എന്നാൽ ഇവരുടെ ഭാഗത്ത് നിന്നൊരു ഫോൾട്ട് പറ്റിയെന്നൊന്നും അവർ മനസ്സിലാക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ ബിഹേവിയർ, മനുഷ്യത്വം ഇല്ലായ്മയും എന്നുവെച്ചാൽ അവർക്കൊരു സൊസൈറ്റീനോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ നമുക്ക് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാം. പക്ഷെ പറ്റുന്നതായിട്ടും ഇവർ ചെയ്തിട്ടില്ല. ആ ഒരു ക്യാരക്ടറിനെ, ആ ഒരു മനുഷ്യത്വമില്ലായ്മ, അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര ബുദ്ധിജീവിയാന്നൊക്കെ പറഞ്ഞിട്ടും യൂസ്ലെസ് ആണ്, ഒരു ഉപയോഗമില്ല ബാക്കിയുള്ളവർക്ക്. ആ ഒരു സംഭവത്തെ ഒക്കെയാണ് കാണിക്കുന്നത്.